ഇത് ഓപ്പൺ റോറിൻ്റെ ബൈക്കാണ്. ഇത് സെക്കൻഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂവും എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പം അതിന് ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെയിനായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇത്രയും ദിവസമായപ്പോൾ തന്നെ നമ്മളെ ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ഇതൊന്നും വെച്ച്, പക്ഷേ ഇത് ഞാൻ അധികം വെയിലൊന്നും കൊള്ളിക്കാതെ ഞാൻ മാക്സിമം ഷെഡിലൊക്കെ വെച്ച് യൂസ് ചെയ്യണം. എന്നിരുന്നാലും നമ്മളുടെ ആ വാങ്ങിയപ്പം കിട്ടിയ ഒരു ഫിനിഷിങ്ങോ കളറോ ഇപ്പോൾ ഫെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. അത് സാധാരണ ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ആകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ഫെയ്ഡായി വരാറ്. പക്ഷേ ഇത് ഇപ്പോഴേ സ്റ്റാർട്ടിങ്ങിലേ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊന്ന് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്ന ടൈമിൽ KCB ഓഫ് ആവുകയാണെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്തിട്ടിക്കുമല്ലോ. കണക്ട് ചെയ്തിട്ടിക്കുമ്പോൾ അത് നമ്മളുടെ ഈ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് ഇതിലോട്ട് ഡ്രെയിൻ ആവുന്നുണ്ട്. അത് ഞാൻ കസ്റ്റമർ കെയറിലൊക്കെ ഞാൻ മെയിലൊക്കെ അയച്ചു. പക്ഷേ അത് അവരുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോണ്ടൊന്നുമില്ല. നമ്മുടെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുള്ള സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി നമ്മൾ എന്താണ് ഇഷ്യൂ എന്ന് പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കുന്നില്ല. അവർ വണ്ടി കൊണ്ടുവരണം, ചാർജർ കൊണ്ടുവരണം എന്ന് അവർ നിസ്സാരം പോലെ അങ്ങ് പറഞ്ഞങ്ങ് ഇതാക്കുക. ഇത് നമ്മളുടെ ഭാഗത്തുള്ള എന്തോ മിസ്റ്റേക്കാണെന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ അത് കാര്യമാക്കിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പറഞ്ഞു, വേറൊരു ഇൻഡിക്കേറ്റർ നമ്മൾ KCB കട്ടാവുമ്പോൾ ബസർ ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ടാങ്ക് കവർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുന്നു. അത് കറക്റ്റായ കാര്യമാണ്. നമ്മൾ മഴ സമയത്ത് ഇത് ഫുള്ള് ഈർപ്പമെല്ലാം പിടിച്ച് ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങുന്ന അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ആ സമയത്ത് ഞാൻ ഇത് ഇളക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. മഴ സമയത്ത് ഇറക്കുമ്പോൾ ഞാൻ ഇത് ബാഗ് യൂസ് ചെയ്തിട്ടില്ല. അല്ലാത്തപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടതാണ്. പിന്നെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് മഴ സമയത്ത് നന്നായിട്ട് ഡ്രസ്സിലും കാര്യങ്ങളിലെല്ലാം ചെളിയാവും. എന്നാൽ ഈ ഓട്ടിക്കുന്ന ആളെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസും ഇല്ല, അത് ക്ലിയറായി പോകുന്നുണ്ട്. പക്ഷേ ബാക്കിലിരിക്കുന്നവർക്ക് ഡ്രസ്സിലും അത് എനിക്കൊന്നും ഇവിടെ ടയറിൽ അടിച്ചുണ്ടാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ചാർജ് ചെയ്യാൻ കരുതി നല്ല ടൈം എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു എനിക്ക് കംപ്ലൈൻ്റ് എന്ന് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ഇട്ടിരുന്നാലും അതിൽ ചാർജറിൽ അതായത് ഇൻഡിക്കേഷനിൽ അത് അവർ കറക്റ്റാണ് പറഞ്ഞിട്ടുണ്ട്, ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ സ്റ്റേബിൾ ആവുമെന്ന്. പക്ഷേ നമ്മളിതൊരു ഫുൾ ഡേ ഇട്ടിരുന്നാൽ പോലും നമുക്കതിൽ ചാർജ് സ്റ്റേബിൾ ആവില്ല. പക്ഷേ നമ്മളുടെ ഈ റീഡിങ്ങിൽ 100% ചാർജ് ആവും. നമ്മൾ ആംബിയർ മീറ്റർ, ഞാൻ ഇൻവെർട്ടറിലുള്ള ആംബിയർ മീറ്ററിൽ നോക്കുമ്പോൾ ആംബിയറും കുറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നമ്മളുടെ ഇൻഡിക്കേഷനിൽ അത് കട്ട് ഓഫ് ആവുന്നതേ ഇല്ല. അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഞാൻ വേറെ വണ്ടിക്ക് ഇഷ്യൂ ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കാരണം നല്ല വണ്ടിയാണ്. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു സിറ്റി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. വലിയ ചാർജിങ് ആയിരുന്നാലും വലിയ കറണ്ടൊന്നും എടുക്കുന്നില്ല നമ്മളെ നോർമൽ യൂസിന്. പെട്രോളിനെ അപേക്ഷിച്ച് ഇത് വൻ ഇതാണ്. നമ്മളെ ലുക്ക് വൈസ് ആയിരുന്നാലും നമ്മളെ ബാക്കിയുള്ള വണ്ടികളെ പോലെയൊന്നുമല്ല. നമുക്ക് സൗകര്യവും സ്ഥലവും, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ തന്നെ വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഇഷ്യൂ ചിലവർ പറയാറുണ്ട്, ഇത് വണ്ടി നൂന്നാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് കാരണം ഇത് ചരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി മൊത്തത്തിൽ അങ്ങ് ചരിഞ്ഞു പോകും. നമ്മൾ ഒന്ന് സ്ലാൻഡിങ് ആയിട്ടുള്ളടത്ത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ അഥവാ കയറിയിരുന്നിരുന്നാലും കുഴപ്പമില്ല, വണ്ടി അല്ലെങ്കിൽ കുട്ടികളെന്തെങ്കിലും വന്നിരുന്നാൽ ഇതാണ്ട ഇത്രയും ആയിട്ട് പോലും അത് വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മളിപ്പോൾ അല്ലാണ്ട് നമ്മളൊന്ന് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെച്ചില്ലേ ഇത് മറിഞ്ഞു വീഴും. അത് ശരിയായ കാര്യമാണ്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളടത്ത് വെക്കുമ്പോൾ ഇതാണ് സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുറച്ചുകൂടെ ചരിഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വണ്ടി മൊത്തത്തിൽ ഇഞ്ഞു വീഴും. കാരണം ഈ മേൽവശത്ത് വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആയിരുന്നാലും ബാറ്ററി പാക്ക് ആയിരുന്നാലും നല്ലൊരു വെയിറ്റ് ഈ മേൽവശത്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ചരിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ഭാഗം കൊണ്ടുവരും, ഈ ഇത് വന്ന് വീഴുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ പറയുന്നത്. ബാക്കി വേറെ പിന്നെ ഈ ഫെയ്ഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ കളർ ആകെ തനി ബ്ലാക്ക് ആയിരുന്നതാണ്, ഇപ്പോൾ ഒരു ആഷ് കളർ ആയിട്ടുണ്ട്. ഇനി എത്ര ദിവസം കൂടെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മഴ സമയത്ത് ഈ സ്വിച്ചിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് ഹൈയും ലോയും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നുണ്ട്. വേറെ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ നോർമൽ സ്വിച്ച് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ലൈറ്റിൻ്റെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഹൈയും ഇവിടെ ഇൻഡിക്കേഷനും വരുന്നുണ്ട്, അതേ ഷോർട്ട് ആവുന്നതാണ്. ഞാൻ പിന്നെ
കുറേ നേരം എയറൊക്കെ അടിച്ചാണ് ഇതിനകത്തുള്ള വെള്ളം ഇതിനകത്ത് കളഞ്ഞത്. കാരണം ഇതിനകത്ത് എവിടെ കെട്ടി നിൽക്കുന്നതോ അങ്ങനെ എന്തോ ആണ് കോണ്ടാക്റ്റ് അടിക്കുന്നത്. വേറെ ഇഷ്യൂ ഒന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ബ്രേക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും ഇന്ന് കുറച്ച് ദൂരം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ബാറ്ററി യൂസേജ് ഏകദേശം 25% വരെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു 3-4 ദിവസം ഞാൻ ഇവിടെ KCB മഴ കാരണം നമ്മൾ ഫുള്ളി ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തു. 3-4 ദിവസം ഞാൻ KCB ചാർജ് ചെയ്യാതെ ഞാൻ ഈ വണ്ടിയുടെ ബാക്കപ്പ് മാത്രം യൂസ് ചെയ്ത് ഞാൻ ഓടിയിട്ടുണ്ട്. ഏകദേശം 25% വരെ ആവുന്നത് വരെ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബാക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി. അതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഓടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കിലോമീറ്റർ ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 140 കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് 140 കിലോമീറ്റർ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളതല്ല. കാരണം ഇറക്കത്തിലൊന്നും അത് എടുക്കത്തില്ല. പിന്നെ പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് പോലും വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ആകെ എടുക്കുന്നു നല്ല സ്പീഡിലൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കയറ്റത്തിൽ പോലും നോർമലി അത് എടുക്കുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ എക്കണോമിക് മോഡിൽ. കാരണം നമുക്കിത് ഫുൾ എക്കണോമിക്ക് തന്നെ ഓടിച്ച് നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സാധാരണക്കാരന് എക്കണോമിക്ക് മതിയാവും നമുക്ക് ഫുൾ ഓടാൻ കയറി. പിന്നെ അത്രയും ധൃതി പിടിച്ച് പോകുമ്പോൾ മാത്രമേ ബാക്കിയുള്ള മോഡിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്കിതിപ്പോൾ നോർമൽ ഒരു ഡ്രൈവിന് ഒരു 40-45 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് ബെസ്റ്റ് ആണെന്ന് ചോയ്സ് ആണ്. കാരണം ആ രീതിയിൽ ഞാൻ ഇത് ഓടിച്ച് കാണിക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഏറ്റവും നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ തന്നെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടും. പിന്നെ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ മൊബൈൽ സ്റ്റാൻഡ് നമ്മളിവിടെ അഡീഷണലി വെച്ചത്. ഇത്രയും പുതിയ ഹയസ്റ്റ് മോഡലിൽ ഇതിലെല്ലാം കാണിക്കുമല്ലോ മീറ്റർ കൺസോളിൽ. പക്ഷേ എനിക്ക് ഇതുവരെ ആപ്പ് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മൊബൈൽ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്കത് അവർ കസ്റ്റമർ കെയറിൽ നിന്ന് എല്ലാം ക്ലിയർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിതുവരെ ലോഗിൻ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഫോണിലാണെങ്കിൽ ആപ്പ് പോലും അത് ഓപ്പൺ ആയി വരുന്നില്ല. അഥവാ കുറച്ച് നേരം ഓൺ ആയിരുന്നാലും അതങ്ങ് ഓട്ടോമാറ്റിക് ക്ലോസ് ആയി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോണ് മാപ്പ് ഇടാനൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ആഡ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ എല്ലാം വരുമെന്നാണ് പറയുന്നത്. നമ്മളെ മാപ്പിൽ വരുന്ന ആരോസും എല്ലാം. അല്ലാതെ ഫുൾ മാപ്പല്ല കാണിക്കുന്നത്. എങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിയണോ റൈറ്റിലോട്ട് തിരിയണോ എന്നൊക്കെയുള്ള ഇൻഡിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. ഈ മോഡലിൽ അഡീഷണലി ആയിട്ടുള്ളത് റിവേഴ്സ് മോഡാണ്. ഞാൻ ഇപ്പോൾ 1024 ഓഡോമീറ്റർ അനുസരിച്ചാണെങ്കിൽ 1024 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ പാർക്ക് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് ഇപ്പോൾ വണ്ടി മൂവ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ കീ ജസ്റ്റ് ഓണാക്കുക, ഓണായി വരും. ഓണാവുന്നതൊക്കെ സഡൻ ക്വിക്കായിട്ട് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് കണക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് കിൽ സ്വിച്ച് ഓണാക്കുക, മോഡ് ഇടുക, ബ്രേക്ക് വിടുക. എക്കണോമിക് മോഡിലായി മൂവ് ചെയ്ത് തുടങ്ങിയാൽ മാത്രം മതി. വളരെ സ്മൂത്തായിട്ട് ഒരു ലാഗും ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. വണ്ടി അത്രയ്ക്ക് സൈലന്റ് ആണ്. നമ്മളിപ്പോൾ ഹമ്പ് കയറിയിരുന്നാലും എല്ലാം. ഇപ്പോൾ 42 കിലോമീറ്റർ ഒരേ ത്രോട്ടിലാണ്. എന്നാൽ ഒരു കുറച്ചുകൂടെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രോട്ടിൽ കട്ടായി. എന്നിരുന്നാലും വണ്ടി സ്മൂത്തായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 45 കിലോമീറ്ററിൽ കട്ട് ഓഫ് ആണ്. 44 ആകുമ്പോഴേ നമ്മൾ ആക്സിലേറ്റർ എത്ര കൊടുത്തിരുന്നാലും അത് കട്ട് ഓഫായി കുറച്ചൊന്ന് സ്ലോ ആയി 42-ലോട്ട് വരും. നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഓഡോമീറ്ററിൽ 1024 അപ്പോൾ നമുക്കിത് ചേഞ്ച് ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇവിടെ കുറയുമെന്ന് നോക്കാം. ഇത്രയും നേരമായിട്ടും ഇപ്പോൾ 43 കിലോമീറ്ററിൽ നമ്മൾ എക്കണോമിക് മോഡിലാണ് പോകുന്നത്. വേറെ ഒരു മോഡ് ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല.
ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഇടുന്നത്, ഞാനപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടില്ല, എന്നിട്ടും ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ അത് പോവുള്ളൂ. ഇപ്പോൾ 45 മേളിൽ അല്ലെങ്കിൽ 44 മേളിൽ അത് കയറണമെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് അത് ജനറേറ്റ് ആയിക്കോളും. അത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ് എക്കണോമിക് മോഡൽ. എന്നാൽ അതിൻ്റെ മേളത്തെ മോഡലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമലി പോകുമ്പോൾ അങ്ങ് വെക്കളയും. പക്ഷേ അല്ലാത്ത പക്ഷം എന്താ, ഇതിപ്പോൾ ഒരു നല്ല ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ഇത് ഞാൻ ഇപ്പോൾ 2 ബ്രേക്ക് ഞാൻ ഫ്രീ ആക്കി ഇട്ടിക്കുക, ഞാൻ പിടിച്ചിട്ടേ ഇല്ല. പക്ഷേ 44-ലാകുമ്പോൾ സ്ലോ ചെയ്ത് നമ്മളിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് തുല്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പോൾ അടുത്തിനിപ്പോൾ ഒരു കയറ്റമാണ് വരുന്നത്. കയറ്റം നമുക്ക് ഈ നോർമൽ സ്പീഡിൽ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് റോഡിൽ എങ്ങനെ ഓടിച്ചു വന്നോ അതേപോലെ തന്നെ നമുക്കിത് കയറി പോകാം. ഒരു ചെറിയൊരു നമ്മൾ സാധാരണ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഗ് മാത്രമാണ് വരുന്നത്. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ റോഡിൽ ഈ എക്കണോമിക് മോഡിൽ കൊടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നമ്മളെ നോർമൽ വെയിറ്റ് അനുസരിച്ച് നമ്മളെ നോർമൽ സ്പീഡിൽ 34 സ്പീഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊരു കയറ്റമായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കം വരുമ്പോൾ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയില്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വരുന്നത് അതേ രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഓഡോമീറ്ററിൽ 1026 കിലോമീറ്റർ, അതായത് 2 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മളുടെ ഈ 140 കിലോമീറ്റർ എന്നുള്ള റേഞ്ചിൽ നിന്ന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഈ റേഞ്ച്, അതായത് 140 കിലോമീറ്റർ ഈ വണ്ടി ഓടുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റിലല്ല. അതായത് എന്ത് പറയാം, നല്ല വെയിറ്റൊക്കെ ആണെങ്കിൽ മാത്രമാണ്, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനും വൈഫ് 2 കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ മാത്രമാണ് അങ്ങ് ഭയങ്കര ട്രെയിനിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതും ട്രെയിനിങ് നമ്മളെ സ്ലോയിലി നമ്മളെ നിരപ്പിൽ പോകുന്നതിനേക്കാളും ഒരല്പം കൂടെ എടുക്കുന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള 23 കിലോമീറ്റർ സ്പീഡിൽ നമ്മളിപ്പോൾ ഇത് സാധാരണ നമ്മളെ നോർമൽ ബൈക്കിൽ സെക്കൻഡിൽ പൊക്കിക്കൊണ്ടിരുന്ന ഒരു കയറ്റമാണിത്. ഇത് ഈസി ആയിട്ട് നമുക്ക് നോർമലി അതിനേക്കാളും സ്പീഡിൽ ഇത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് പെർസെൻറ്റേജ് 138 ആയിട്ടുണ്ട്. കാരണം ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളത് കയറിയതുകൊണ്ടാണ്. അതും ഈ 2 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഈ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ നല്ലൊരു ഇറക്കമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഇതിനേക്കാളും നല്ല ഒരു കയറ്റമാണ്. ഇത് 45 കിലോമീറ്റർ സ്പീഡിൽ അത് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്ത് എനിക്കതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. ഈ ഒരു നിരപ്പ് കഴിഞ്ഞിട്ട് നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ അപ്പോൾ ഒരു ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ഹാൻഡിൽ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആക്സിലേറ്ററും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ നോർമലി ഇറങ്ങി പോകും പോലെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകും. നമുക്ക് മറ്റേത് എടുത്തെറിഞ്ഞ പോലെ പോവും, അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഇതിപ്പോൾ 45-ൽ നോർമലി ബ്രേക്ക് അപ്ലൈ ആയി സ്ലോയിലാണ് ഇതാ വന്നിറങ്ങിയത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി അടുത്ത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റമാണ്. ഇത് സാധാരണ സെക്കൻഡ് ഗിയർ കയറി പോകുന്നതാണ്. നമ്മുടെ നോർമൽ ബൈക്കിൽ സെക്കൻഡ് ഗിയറിലാണ് ഈ കയറ്റം കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഓഡോമീറ്റർ റീഡിങ് വന്നിട്ട് 1027 ആയി. പക്ഷേ മറ്റതിൽ 138 തന്നെയാണ് കിടക്കുന്നത്. ഇത് എക്കണോമിക്കലായതുകൊണ്ടാണ് ഈ ഒരു സ്പീഡ് കുറച്ച് കുറഞ്ഞത്. പക്ഷേ നമ്മളുടെ മോഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലാഗ് പോലും ഫേസ് ചെയ്യില്ല. അതായത് നമ്മൾ നിരപ്പിൽ എങ്ങനെയാണോ പോകുന്നത് അതേ സ്പീഡിൽ തന്നെ എത്ര കുത്തനെയുള്ള കയറ്റം പറഞ്ഞാലും അത് ഈസി ആയിട്ട് കയറും.
28 ഇപ്പോൾ ഏകദേശം എന്താ വീണ്ടും നമ്മളൊരു 1 കിലോമീറ്ററോളം വീണ്ടും ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ കയറ്റവും ഇത്രയും ദൂരം ഓടിയതിന് ശേഷമാണ് ഈ 137 ആയിട്ടുള്ളത്. വളരെ കുറച്ച് തന്നെയാണ്. ഇപ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 1028 ആയിട്ടുണ്ട്. എന്നിട്ട് 137 തന്നെയാണ് അത് ഹോൾഡായി നിൽക്കുന്നത്. ഇത്ര ആയിട്ടും 98% ചാർജാണ് ഇതിന്. 100ൽ നിന്ന് ആകെ 2% മാത്രമാണ് നമുക്ക് ചാർജ് കുറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പെട്രോളിലായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെ വരുന്നാലും നല്ല രീതിയിൽ കുറയേണ്ടതാണ്. പക്ഷേ ഇത് 98% മാത്രം ആണ്. അതായത് 2% മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരം ഓടിയിട്ടും ഇതിൽ ആകെ കുറഞ്ഞത്. ഇപ്പോൾ ഇറക്കമാണ് ഇറങ്ങി പോകുന്നത്. ഓട്ടോമാറ്റിക് ബ്രേക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു കുത്ത് കയറ്റമാണ്. നമുക്ക് ഈസി ആയിട്ട്. എന്നിട്ട് ഇതിൽ വലിയ ബാറ്ററി ഡ്രെയിനിങ്ങോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ നോർമലി ഇതാവുന്നത് പോലെ തന്നെയാണ് ഇതിലായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ കയറ്റം കയറിയിട്ടും ഇതിന്റെ കിലോമീറ്ററിനോ ഈ പെർസെൻറ്റേജിനോ വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ ഈ ഓഡോമീറ്ററിൽ നമ്മൾ 1029 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹമ്പൊക്കെ ഇറങ്ങണമെങ്കിലും വളരെ ഈസി ആയിട്ട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി. ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴായിരുന്നാലും നമ്മൾ കോംബോ ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റേ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ട് ബാക്ക് കൊണ്ട് ചുറ്റിയോ അങ്ങനെ ഒന്നുമില്ല. നല്ല സ്ലോയിലാണ് ബ്രേക്ക് അപ്ലൈ ആവുന്നത്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. വണ്ടി നല്ല വെയിറ്റ് ആയതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്.